ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. എല്ലാവർക്കും ഏഗണിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം കീർത്തിമുദ്ര എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പൂതൂറിന്റെ പാഠമാണല്ലേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഈ ഒരു കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഒരു ആശാനാണ്. കഥകളിക്കാരനായിട്ടുള്ള ഒരു ആശാനാണ് നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രം. കലയെ ജീവിതം തന്നെ ആക്കി ഉപാസിച്ചിട്ടുള്ള നമ്മുടെ ഒരു കലാകാരൻ സ്വന്തം ജീവിതം എന്താണ് കലയ്ക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട് കീർത്തി നേടുന്ന ഒരു കഥയാണ് ഏത്? കീർത്തിമുദ്ര എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പാഠഭാഗം. അപ്പൊ എഴുതിയതാരാണ്? ഉണ്ണികൃഷ്ണൻ പൂതൂർ. ഉണ്ണികൃഷ്ണൻ പൂതൂറിന്റെ അനുഭവങ്ങളുടെ നേർരേഖകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു കഥയാണ് ഏത്? കീർത്തിമുദ്ര എന്ന് പറയുന്ന നമ്മുടെ കഥകളിക്കാരനായിട്ടുള്ള ആശാന്റെ കഥ. അപ്പൊ നിങ്ങൾക്ക് അറിയാലേ, അപ്പൊ കഥ തുടങ്ങുന്ന സമയത്ത് എന്താണ്? അദ്ദേഹത്തിന്റെ അവസാന കളിയാണ്. 88ാം വയസ്സിലെ അവസാനത്തെ കഥകളി വേഷമായിരുന്നു അദ്ദേഹം കെട്ടിയാടാൻ പോകുന്നത്. ആ ദിവസം എന്താണ്? അദ്ദേഹത്തിന് ഈ ഒരു കലാവേഷം അഴിച്ചു വെക്കുന്നതോടെ താൻ അല്ലാതായി പോകുന്നു. അപ്പൊ ഏതൊരു കലാകാരനെ അല്ലെങ്കിൽ എന്താ പറയാ താൻ സ്നേഹിച്ച് അത്രത്തോളം എന്താണ് പാഷനോട് കൂടി കരുതിയിട്ടുള്ള ഒരു ജീവിതം അല്ലെ ഇല്ലാതാകുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നിന്ന് വിരമിക്കുക എന്ന് പറയുന്നത്, അതിപ്പോ ഒരു ഫുട്ബോൾ കളിക്കാരനും ഏതൊരു ജോലി ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു ജോലിയിൽ നിന്ന് വിരമിക്കുക എന്ന് പറയുന്നത് അവർക്ക് എന്താണ് തങ്ങളെ തന്നെ ഇല്ലാതാകുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ കലയെ ഉപാസിച്ച് ജീവിച്ച ഒരു കലാകാരന് ആ ഒരു വേഷം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ച് താൻ അല്ലാതായി തീരുകയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ ഭൂതകാലങ്ങളിലേക്ക് അല്ലെ വർത്തമാന കാലത്ത് നിന്ന് ഭൂതകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വേഷം അത് നഷ്ടപ്പെട്ടത്, പിന്നെ എന്താണ് അദ്ദേഹം പ്രണയിച്ച പ്രണയിയെ നഷ്ടപ്പെട്ടത് അല്ലെ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേഷം ഏതായിരുന്നു? കൃഷ്ണവേഷമായിരുന്നു അല്ലെ. കൃഷ്ണന്റെ ആ ഒരു കൗമാരക്കാരനായിട്ടുള്ള കൃഷ്ണവേഷമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. ആ ഒരു ശൃംഗാരം അതൊക്കെ എന്താണ് അദ്ദേഹം പ്രണയിക്കുന്ന സമയത്താണ് ആ ഒരു വേഷം കിട്ടുന്നത്. മോഹിനിയാട്ടക്കാരിയായിട്ടുള്ള പ്രണയിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ് ആ പ്രണയം നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേഷം നഷ്ടപ്പെട്ട് പിന്നീട് എന്താണ് ദുഷ്ട കഥാപാത്രമായിട്ടുള്ള യവന വേഷമാണ് അദ്ദേഹത്തിന് അല്ലെ ആടേണ്ടി വരുന്നത്. അതും എന്താണ് ഒരു കലാകാരൻ എന്ന രീതിക്ക് അദ്ദേഹത്തിന് ഏത് വേഷവും എന്താണ് പകർന്നാടാൻ കഴിവുള്ളവനായിരിക്കണം ആ ഒരു നല്ല കലാകാരൻ എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ആ ഒരു വേഷവും എന്താണ് തിമിർത്താടാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ ആശാന്, കഥകളിക്കാരനായിട്ടുള്ള ആശാന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ ഭൂതകാലങ്ങളിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ എന്താണ് ഇന്നത്തെ ആളുകൾക്ക് കലയോടുള്ള ആ ഒരു സമീപനത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിൽ ആകുലതപ്പെടുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ് നമ്മുടെ ആശാൻ. അങ്ങനെ അദ്ദേഹം എന്താണ് ചുട്ടികുത്താൻ ഇരിക്കുകയും മുഖത്തെ വേഷം കഴിഞ്ഞു, അതുപോലെ തന്നെ എന്താണ് വേഷവിധാനങ്ങളൊക്കെ ഇട്ടു, ആ ഒരു ഭാവം ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നീട് അരങ്ങത്തെത്തുകയും യവനവേഷം തിമിർത്താടുകയും അല്ലെ എന്താണ് വിശിഷ്ട അതിഥികളാണ്, വിളിച്ചു വരുത്തിയിട്ടുള്ള അതിഥികളാണ്. ആരൊക്കെയാണ്? ഗവർണർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് എന്ത് കീർത്തിമുദ്ര എന്ന് പറയുന്ന പട്ടം കിട്ടുന്നത്. അങ്ങനെ എന്താണ് ആ ഒരു വേഷം അടിപൊളിയായിട്ട് ആര് കെട്ടിയാടുന്നു? നമ്മുടെ ആശാൻ കെട്ടിയാടുന്നു. ആ അരങ്ങിൽ തന്നെ എന്താണ് തൻ്റെ ജീവിതം അല്ലെ അദ്ദേഹം എന്നേക്കുമായിട്ട് വിടവാങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. കീർത്തിമുദ്ര അല്ലെ അദ്ദേഹം എന്താണ് ആ ഒരു കെട്ടിയാടിയ വേഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടാവുന്ന ആളുകൾ എന്താണ് അതിഗംഭീരം എന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഒരു വേഷത്തെയും ആ ഒരു കളിയെയും അഭിനന്ദിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കീർത്തിമുദ്ര നേടിക്കൊണ്ട് തന്നെയാണ്. അത് ആരുടെയാണ് അല്ലെ? കാണുന്ന കാണികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുന്നത് പ്രോത്സാഹനം തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അത് നേടിക്കൊണ്ടാണ് അരങ്ങൊഴിയുന്നത്. അരങ്ങ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അരങ്ങ് തന്നെയാണ് അദ്ദേഹം ഒഴിയുന്നത്. അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് മെയിനായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ആശാന്റെ കഥാപാത്ര നിരൂപണമായിരിക്കും വരുന്ന ഒരു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഇതിലെ ചില പ്രധാനപ്പെട്ട വരികൾ തന്നിട്ട് ചോദ്യങ്ങൾ വരാം. അപ്പൊ നമ്മൾ കഥ എന്താണ്, ഇങ്ങനെ ഒരു തുടക്കം ആരാണ് എഴുതിയത്? കലയെ ഉപാസിച്ച് ജീവിച്ച അല്ലെ കഥകളിക്കാരനായിട്ടുള്ള ആശാന്റെ അല്ലെ എന്താ പറയുക ത്യാഗപൂർണമായിട്ടുള്ള ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പൂതൂർ രചിച്ചിട്ടുള്ള കൃതിയാണ് ഏത്? കീർത്തിമുദ്ര. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ 4 മാർക്കിനൊക്കെ ചോദ്യം ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ കഥ അറിയാലോ, കളിയോഗത്തോട് വിടവാങ്ങുന്നതിനുള്ള അവസാനത്തെ അരങ്ങേറ്റമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും കളി കാണാൻ വരുന്നുണ്ട്. ആശാൻ കലാതിലകം എന്ന കീർത്തിമുദ്ര നൽകുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. 13ാമത്തെ വയസ്സിൽ കച്ചകെട്ടി തുടങ്ങിയതാണ് അദ്ദേഹം. 88ാമത്തെ വയസ്സിൽ എന്താണ് കളിയരങ്ങ് വിടവാങ്ങാൻ പോവുകയാണ്.
മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് ജീവിക്കാനായി വേഷക്കാരനായി. എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചു. കളിപ്പെട്ടിയും ചുമന്ന് അല്ലെ നടപ്പുകൾ. പുതിയ ചെറുപ്പക്കാരിൽ എത്ര പേർ കലയെ കാര്യമാക്കി കരുതുന്നുണ്ട്? വളരെ ചുരുക്കം പേരെ ഉണ്ടാകൂ. കളിയരങ്ങ് തനിക്ക് ജീവസന്നിധിയാണ് എന്നും അല്ലെ ദൈവസന്നിധിയാണ് എന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നു. ഗുരുനാഥന്മാരെ എന്നും എന്താണ് അനുസരിച്ചും ബഹുമാനിച്ചും പോന്നിരുന്ന ആളായിരുന്നു നമ്മുടെ ഈ ഒരു ആശാൻ. അതുപോലെ കഥാപാത്രങ്ങളിൽ തന്റെ വ്യക്തിത്വം പകർന്നാടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും പ്രായാധിക്യത്താൽ അല്ലെ രോഗങ്ങളാൽ ഇനി വേഷത്തിനൊന്നും എനിക്ക് വയ്യ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. മോഹിച്ചതെല്ലാം കിട്ടിയില്ല, വിധിച്ചതേ കിട്ടൂ എന്ന് അദ്ദേഹം എന്താണ് ജീവിതത്തിൽ അല്ലെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ആശാൻ ഉണ്ടായിരുന്നു. സ്നേഹിച്ചവളെ കുഞ്ഞുലക്ഷ്മിയെ തനിക്ക് ലഭിച്ചില്ല. ഒന്നും ശാശ്വതമല്ല. ഒന്നും ശാശ്വതം എന്ന് വെച്ചാൽ നിലനിൽക്കുന്നതല്ല, സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല. എല്ലാം അറിയും. കാലവും കാമിനിയും യൗവനത്തിൻ തൻ്റെ ശ്രീകൃഷ്ണ വേഷത്തിൽ അല്ലെ കൺകുളിർത്തവരുണ്ടായിരുന്നു. കുഞ്ഞുലക്ഷ്മിയെ രാധയായി സങ്കല്പിച്ചിരുന്നതിനാൽ നിത്യകാമുകനായ കൃഷ്ണവേഷം വളരെ തന്മയത്വത്തോടെ അതേ ഭാവത്തോടു കൂടി അവതരിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു? ആശാന് കഴിഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പല കഥകളും മനസ്സിലേക്ക് ഓടിയെത്തപ്പോൾ അങ്ങനെ ഓടിയെത്തിയ സമയത്ത് ആശാൻ അണിയറയിലെ കളിപ്പെട്ടിയിൽ ചാരിയിരുന്നു. യൗവനത്തിലെ കൃഷ്ണനായി നിറഞ്ഞു നിന്ന ആശാൻ പിന്നീട് ലഭിച്ചത് യവനന്റെ വേഷമായിരുന്നു. അങ്ങനെ ആ കഥ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ആസ്വാദനം പോലെ പഠിച്ചു വെച്ചോളണം. ഇനി ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ആശാന്റെ കഥാപാത്ര നിരൂപണമാണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട അദ്ദേഹത്തിന് ഉള്ള എന്താ പറയുക ഇന്നത്തെ കലാകാരന്മാരോടുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പ്രകടമാകുന്ന കുറെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കിരീടത്തെ തൊട്ടു വന്നിക്കുന്നത്, കണ്ണീര് വരുന്നത്, അങ്ങനെ കുറെ സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ആശാന്റെ കഥാപാത്ര നിരൂപണത്തിൽ എഴുതിക്കൊള്ളണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കലയോടുള്ള ആ സമീപനം എങ്ങനെയാണ്? കാരണം ഏത് വേഷം കിട്ടിയാലും അത് അതേ തന്മയത്വത്തോടെ എന്താണ് പകർന്നാടാൻ കഴിഞ്ഞിരുന്ന ഒരു കലാകാരനാണ് ആര്? നമ്മുടെ ആശാൻ. ഇങ്ങനെ പറഞ്ഞൊക്കെ എഴുതിക്കൊള്ളണേ. കലയോടുള്ള ആത്മസമർപ്പണം, കലാരംഗത്ത് നിന്ന് പിൻവാങ്ങുന്നതിലെ വേദന, കലയെ തൊഴിലായി മാത്രമല്ല അദ്ദേഹം കണ്ടിരുന്നത്. സ്തുതിവചനങ്ങളിലോ പ്രശസ്തിയോ ആഗ്രഹിച്ചില്ല. മികച്ച കലാകാരൻ എന്ന പ്രശസ്തി മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അഭിനയം കൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരൻ, അരങ്ങ് തകർക്കുന്ന അഭിനയ മികവിന് ഉടമയായിരുന്നു ആര്? നമ്മുടെ ആശാൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ഇപ്പൊ എഴുതുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് പാഠം എഴുതിയത് അല്ലെ, കഥ എന്താണ്, ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ആശാൻ എന്ന് പറഞ്ഞിട്ട് വേണം ബാക്കി വിശദീകരിക്കാൻ. ഓക്കെ. കീർത്തിമുദ്ര എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ആശാൻ. കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അരങ്ങിലും അണിയറയിലും ഒരുപോലെ ശോഭിച്ച കലാകാരനായിരുന്നു ആശാൻ. വ്യത്യസ്ത രൂപഭാവങ്ങളിലുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അതുല്യ പ്രതിഭ. 13-ാം വയസ്സിലാണ് ആശാൻ കച്ചകെട്ടി അരങ്ങിലെത്തുന്നത്. പണമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച കളിയരങ്ങിനെ ദൈവസന്നിധിയായി കണ്ട കലോപാസകനായിരുന്നു ആശാൻ. പുതുതലമുറ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്നൊരു ആശങ്കയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പച്ചയിൽ നിന്ന് കത്തിവേഷത്തിലേക്ക്, പച്ച എന്ന് പറയുന്ന കഥകളിയിൽ 5 വേഷങ്ങളുണ്ട് അല്ലെ. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് 5 വേഷങ്ങളുണ്ട്. അപ്പൊ അതിൽ പച്ച എന്ന് പറയുന്നത് സ്വാത്വിക ഭാവങ്ങളുള്ള നല്ല ഭാവങ്ങളുള്ള ആളുകളാണ്. എന്നാൽ കരി എന്ന് പറയുന്നത് എന്താണ്? ദുഷ്ട കഥാപാത്രങ്ങളാണ്. അപ്പൊ പച്ചയിൽ നിന്നും നല്ലൊരു കൃഷ്ണവേഷത്തിൽ നിന്നും കരിവേഷം ദുഷ്ടനായിട്ടുള്ള യവനവേഷം എത്തിയപ്പോഴും അല്ലെ അദ്ദേഹത്തിന്റെ പ്രതിഭാവിലാസം കൊണ്ട് വേഷങ്ങളെല്ലാം തന്മയത്വത്തോടെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ആശാന് കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ വിശദീകരിച്ചോളണം. ഏതൊക്കെ വേഷമായിരുന്നു ആദ്യം കെട്ടിയത്, പിന്നീട് ഏത് വേഷമാണ് കെട്ടിയത്, അതെങ്ങനെ തിമിർത്താടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശദീകരിക്കണം. കളിയോഗത്തോട് വിടവാങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള കളിയിൽ കാണികളുടെ മനം കവർന്ന ആശാൻ അരങ്ങിൽ തന്നെ ജീവിതം ഹോമിച്ച് അനശ്വരനായിട്ട് മാറുന്നു. ഇത് വിശദീകരിച്ച് എഴുതിക്കൊള്ളണം. ഇതിലെ സന്ദർഭങ്ങള്, അദ്ദേഹത്തിന്റെ പ്രണയം, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ജീവിതത്തെ കാണുന്ന ഒരു രീതി അല്ലെ, അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് കളിയരങ്ങിലേക്ക് വന്നത്, എങ്ങനെയൊക്കെയായിരുന്നു ആദ്യകാലത്തുള്ള കലാരംഗത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ കിരീടം അദ്ദേഹം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് തൊട്ട് വന്നിക്കുന്നത്, കണ്ണീര് വരുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളണം. പിന്നെ അരങ്ങൊഴിയുന്ന ആട്ടക്കാരൻ കീർത്തിമുദ്ര എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ ഇപ്പൊ പറഞ്ഞുള്ള രീതിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഒരാഴ്ച മുഴുവൻ കൃഷ്ണനാട്ടം എന്ന കലയ്ക്കായി സമർപ്പിച്ച ഒരു കലാകാരൻ തന്റെ വിടവാങ്ങൽ വേദിയിൽ വെച്ച് കലയോട് മാത്രമല്ല സ്വന്തം ജീവനോട് തന്നെ പറയുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള രംഗമാണ് ഉണ്ണികൃഷ്ണൻ പൂതൂരിന്റെ കീർത്തിമുദ്ര എന്ന് പറയുന്ന കഥയുടെ ഇതിവൃത്തം. ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതിക്കൊള്ളണം. ഓക്കെ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ഇപ്പോൾ കഥയെക്കുറിച്ചിട്ടും അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എന്ത്, നമ്മുടെ ആശാന്റെ കഥാപാത്ര നിരൂപണം, അതുപോലെ തന്നെ കഥയ്ക്കൊരു ആസ്വാദനം. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചോളണം. ബാക്കി നമുക്ക് ലൈവിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.